വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദുരന്തങ്ങൾ ഒന്നു മാറി നമ്മളെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വരാൻ പോകുന്ന വലിയ ദുരന്തത്തിന്റെ മുന്നോടിയായിട്ടാണ് ഇവയൊക്കെ എന്ന് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് വയനാട്ടിലുണ്ടായ ആ വലിയ ദുരന്തം. ആ ദുരന്തത്തിൽ എത്ര കുഞ്ഞുങ്ങൾക്കാണ് മാതാപിതാക്കൾ നഷ്ടമായത്, എത്ര കുടുംബങ്ങളാണ് നിമിഷ നേരം കൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായത്, എത്ര മനുഷ്യരുടെ ശരീരങ്ങളാണ് പാതി മുറഞ്ഞ അവസ്ഥയിൽ എല്ലാവർക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു അവസ്ഥകളൊക്കെ കാണുമ്പോൾ ഇനി എന്താണ് നമ്മുടെ നാട്ടിൽ നടക്കാൻ പോകുന്നതെന്ന് നാം ഓരോരുത്തരും ചിന്തിക്കണം. ഇതിലും വലിയൊരു ദുരന്തമായി നമ്മുടെ തലയ്ക്ക് മുകളിൽ ഉയർന്നു നിൽക്കുന്ന ജലബോംബായ മുല്ലപ്പെരിയാർ ഡാം അത് പൊട്ടാറായിരിക്കുകയാണ്. അതിവേഗം അത് പുതുതായി പണിതില്ല എന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ മധ്യഭാഗം വെച്ച് നഷ്ടമാകുമെന്ന കാര്യം നാം മറന്നു പോകരുത്. എല്ലാവരും ശബ്ദമുയർത്തി പറയുക, മുല്ലപ്പെരിയാർ ഡാം പുതുതായി പണിതേ മതിയാവുകയുള്ളൂ. ഹിരോഷിമയിലും നാഗസാക്കിയാലും ഒക്കെ ഇട്ട അണുബോംബിനെക്കാട്ടിലും അതിഭീകരമായിരിക്കും മുല്ലപ്പെരിയാർ പൊട്ടിയാൽ നമുക്കുണ്ടാകാൻ പോകുന്നത്. കുറച്ചു പേരൊക്കെ ചിന്തിക്കും, ഞാൻ കേരളത്തിന്റെ തലപ്പത്തിരിക്കുവല്ലേ, ഞാൻ കേരളത്തിന്റെ അടിവശത്തല്ലേ ഇരിക്കുന്നത്, മധ്യ കേരളം മാത്രമല്ലേ പോവുകയുള്ളൂ എന്ന്. പക്ഷെ അല്ല, നമ്മളെല്ലാവരും ചിന്തിക്കുക, ഈ പോകുന്ന വെള്ളം അത് നേരെ കടലിലേക്ക് ചെന്നിട്ട് കടൽ തിരിച്ചടിക്കുന്ന ഒരു പ്രതിഭാസം കൂടിയുണ്ട്. ആ ഒരു പ്രതിഭാസത്തിലായിരിക്കും മുകളിൽ ഇരിക്കുന്ന ആളും താഴെ ഇരിക്കുന്ന ആളൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് അപ്രത്യക്ഷമാകാൻ പോകുന്നത്. തിരിച്ചു വരുന്ന വെള്ളത്തിന് അറിയില്ല ഞാൻ വന്ന വഴി മധ്യ കേരളത്തിൽ കൂടെയാണ്, തിരിച്ച് അതുവഴി തന്നെ കയറണമെന്ന് വരുന്ന വെള്ളത്തിന് അറിയുകയില്ല. അത് ഏത് ദിക്കിലൂടെയായിരിക്കും വരുന്നത്, ഏത് അവസ്ഥയിലായിരിക്കും വരുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല. ഇതിനെപ്പറ്റി അഡ്വക്കേറ്റ് റസൽ ജോയ് പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം. നമ്മൾ കണ്ടില്ലേ ഡർണയില്, ലിബിയയിൽ 2 TMC വെള്ളം കൊണ്ട് കടലിൽ പോയിട്ട് ഡർണ നഗരത്തെ മൊത്തത്തിൽ വഹിച്ചുകൊണ്ട് പോയിട്ട് തിരിച്ചു വന്ന ഒരു സുനാമിയായിട്ട് 7 നില കെട്ടിടത്തിൻ്റെ മുകളിലൂടെയാണ്. 2 TMC വെള്ളമുള്ളൂ. അപ്പോൾ 120 TMC വെള്ളം കൊണ്ട് കടലിൽ പോയാലുള്ള അവസ്ഥ എന്താണ്? ചെളി വന്ന് മൂടൂലേ നമ്മുടെ എയർപോർട്ടിൽ, മെട്രോ, സദേൺ നേവൽ കമാൻഡ്, പിന്നെ സകലതിൻ്റെ റിഫൈനറി, ഇതെല്ലാം തകരില്ലേ? ഏവിയേഷൻ ഫ്യൂവല് 10 മീറ്റർ അകലെ തീ പോയാൽ കയറി പിടിക്കുന്നതാണ്. അതൊക്കെ പുറത്തേക്ക് വന്നാൽ, പിന്നെ ഇൻഫ്ലാമബിൾ ഗ്യാസും ലിക്വിഡും ഒക്കെ കൊണ്ട് ലോറികൾ എത്രണ്ണം പോകുന്നുണ്ട്, അതൊക്കെ തകർന്ന് പുറത്തേക്ക് വന്നാൽ ബെൻസീനും ഈഥൈനും വിഷവാതകങ്ങളാണ്. അത് ആ ഫാക്ടറികളെല്ലാം തകർന്ന് ആ വിഷവാതകം പുറത്തേക്ക് വന്നാൽ, റിഫൈനറിയിലെ ക്രൂഡ് ഓയിൽ പുറത്തേക്ക് വന്നാൽ, അവിടെയൊക്കെ ഈ ഒരു അവസ്ഥയാണ് ഉണ്ടായതെങ്കിൽ നമുക്ക് നേരെ എന്തായിരിക്കും ഉണ്ടാവുക എന്ന് നാം എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കൺതുറന്ന് നാം പ്രവർത്തിക്കേണ്ട സമയമാണ്. നമ്മളെല്ലാവരും ഒറ്റ സ്വരത്തിൽ പറയണം, മുല്ലപ്പെരിയാർ ഡാം പുതുതായി പണിതേ മതിയാവുകയുള്ളൂ. കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടതാണ് തുംഗഭദ്ര ഡാമിന് സംഭവിച്ചത്. അവിടുത്തെ ഒരു ഗേറ്റ് തകർന്നപ്പോഴേക്കും മറ്റു 35 ഗേറ്റുകളും തുറന്ന് എല്ലായിടങ്ങളിലൂടെയും വെള്ളം പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി അവിടെയുള്ള എത്ര ജില്ലകൾ വെള്ളത്തിനടിയിലാകുമെന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല. സുർക്കി മിശ്രിതം കൊണ്ട് നിർമ്മിച്ച 2 ഡാമുകളിൽ ഒന്നായിരുന്നു തുംഗഭദ്ര ഡാം. തുംഗഭദ്ര ഡാമിന് പറഞ്ഞിരുന്ന കാലാവധി 70 വർഷമാണ്. 70 വർഷം പൂർത്തിയായി 71ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ തുംഗഭദ്ര ഡാം അതിന്റെ ബലക്കുറവ് അറിയിച്ചു തുടങ്ങി. അപ്പോൾ 50 വർഷം പറഞ്ഞിരുന്ന നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം 132 വർഷത്തിൽ വന്നു നിൽക്കുകയാണ്. ആരുടെയൊക്കെയോ ഭാഗ്യം കൊണ്ട് അതിങ്ങനെ നിൽക്കുകയാണ്. അതൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു നിമിഷം നിങ്ങൾ നിങ്ങളെ തന്നെ ഓർത്തു നോക്കൂ. പെട്ടെന്ന് അപ്രതീക്ഷിതമായി നമ്മുടെ അരികിലേക്ക് പാഞ്ഞെത്തുന്ന ആ ജലത്തിൽ നമ്മുടെ കുടുംബങ്ങൾ ഒലിച്ചു പോകുന്നത്, നമ്മുടെ കണ്ണു മുന്നിലൂടെ നമ്മുടെ മക്കൾ മണ്ണിനടിയിലേക്ക് പോകുന്നത്, നമ്മളുടെ പ്രിയപ്പെട്ടവരുടെ ശരീരഭാഗങ്ങൾ വേർപെട്ടു പോകുന്നത് നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ? വർഷങ്ങളായിട്ടുള്ള നമ്മുടെ കഷ്ടപ്പാടിന്റെ ഫലമായി നമ്മൾ പണിതുയർത്തി വെച്ചിരിക്കുന്ന നമ്മളുടെ കൊച്ചു വീടുകൾ തകർന്നു വീഴുന്നത് നമ്മൾക്ക് കാണാൻ കഴിയുമോ? ഒന്നും നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റുന്നതല്ല. ചില ആളുകളൊക്കെ പറയുന്നുണ്ട്, വെള്ളം വരുന്നത് ഒരുമിച്ചല്ലേ, അപ്പോൾ ഒരുമിച്ച് തന്നെ ഞങ്ങൾ പൊയ്ക്കോളാമെന്ന്. എന്തിനു വേണ്ടി? ആർക്കു വേണ്ടി? നിങ്ങളായിട്ടുണ്ടാക്കിയ തെറ്റുകൾ മൂലമാണോ നിങ്ങൾ മരിക്കാൻ തയ്യാറായിരിക്കുന്നത്? അല്ലല്ലോ. ഇതെല്ലാം മാറ്റി ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് നമ്മളാണ് കൺതുറന്ന് സംസാരിക്കേണ്ടത്. നമ്മൾ വോട്ടിട്ട് ജയിപ്പിച്ച് ഓരോ സ്ഥാനങ്ങളിൽ ഇരുത്തിയിരിക്കുന്നവർ നമുക്ക് വേണ്ടി പ്രവർത്തിച്ചില്ലെങ്കിൽ നമ്മൾ പ്രവർത്തിക്കേണ്ട സമയമാണ്. നമ്മൾ ശബ്ദമുയർത്തേണ്ട സമയമാണ്.
ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഹെൽമറ്റ് ധരിച്ചില്ല, മദ്യപിച്ച് വണ്ടി ഓടിച്ചു എന്ന പല പല കാരണങ്ങളാൽ മനുഷ്യരുടെ കയ്യിൽ നിന്ന് ഫൈൻ അടിക്കുകയും അവരുടെ കയ്യിൽ നിന്ന് ആവശ്യമില്ലാത്ത പൈസകളെല്ലാം ഇങ്ങനെ ഗവൺമെന്റ് വാങ്ങിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ അവരൊക്കെ പറയുന്നത് ജനത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണെന്നാണ്. ഇത്രയധികം ജനത്തിനെ സ്നേഹിക്കുന്ന ഗവൺമെന്റ് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ജലബോംബ് മനുഷ്യരുടെ തലമേലിൽ ഉയർന്നു നിന്നിട്ടും ഇനിയും അതിനെ മാറ്റിപ്പണിത് അതിനെ മാറ്റിയെടുക്കാനായി ശ്രമിക്കുന്നില്ല എന്നതാണ് വളരെയധികം വിഷമമുള്ള കാര്യം. കേരളത്തിന്റെ ഇങ്ങേ അറ്റം മുതൽ അങ്ങേ അറ്റം വരെ ഹൈവേ റോഡൊക്കെ പണിത് വരികയാണ്. ആർക്ക് വേണ്ടിയിട്ട്? എന്തിനു വേണ്ടിയിട്ട്? കേരളത്തിന്റെ മധ്യഭാഗം ഒലിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ അന്തരീക്ഷത്തിൽ കൂടെ പണിതു പോവോ? അല്ലെങ്കിൽ മനുഷ്യ ശവങ്ങളുടെ മുമ്പിൽ കൂടി പണിതു പോവോ? എന്തിനു വേണ്ടിയിട്ട്? കേരളത്തിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ കേരളത്തിൽ വികസനം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറയുന്നു. എന്തിനു വേണ്ടിയിട്ടാണെന്നാണ് മനസ്സിലാകാത്തത്. കുറെ മനുഷ്യരെ ജലത്തിന് വിട്ടുകൊടുത്ത് മരണത്തിന് വിട്ടുകൊടുത്തുകൊണ്ടാണോ ഉയർത്തിക്കൊണ്ടുവരേണ്ടത്? എത്രയും പെട്ടെന്ന് അധികാരികൾ കണ്ണു തുറക്കുക. റസൽ ജോയിയും കൂട്ടുകാരും ഉടൻ തന്നെ ഒരു സമരം ആഹ്വാനം ചെയ്തിട്ടുണ്ട് ആഗസ്റ്റ് 15-ന്. കഴിയുന്നത്ര ജനങ്ങൾ അതിൽ പോയി പങ്കെടുക്കുക. നമ്മുടെ ജീവനെ സംരക്ഷിക്കാൻ നാം പുറത്തിറങ്ങിയേ മതിയാവുകയുള്ളൂ. മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയാൽ ഉണ്ടാകുന്ന ചില സംഭവങ്ങൾ കൂടി ഞാൻ നിങ്ങളെ ഇവിടെ കേൾപ്പിക്കാം. മുല്ലപ്പെരിയാർ പൊട്ടിയാൽ തീർച്ചയായും കുളമാവ് ഡാമും ഇടുക്കി ഡാമും ചെറുതോണി ഡാമും മൂന്നും കൂടി ഒറ്റ ഡാമാണെന്ന് പലർക്കും അറിയില്ല. മുല്ലപ്പെരിയാർ ഡാമിലുള്ള 15 TMC-യുടെ 7 ഇരട്ടി വെള്ളം ഈ ഇടുക്കി ഡാമിലുണ്ട്. നിമിഷങ്ങൾ കണ്ടത് തൊടുപുഴ എന്ന പ്രദേശത്തെ അവർ തൊടുപുഴക്കാർ എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത അത്ര ഫോഴ്സിൽ ഒരു ബുള്ളറ്റ് കണക്കെ ഈ വെള്ളം ചീറിപ്പാഞ്ഞു വരും. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, ആലപ്പുഴ, തൃശൂർ, എറണാകുളം ഈ 6 ജില്ലകൾ നഷ്ടപ്പെട്ടാൽ, കേരളത്തിന് നഷ്ടപ്പെട്ടാൽ പിന്നെ കേരളത്തിൽ എന്ത് ബാക്കിയുണ്ട്? തിരുവനന്തപുരം, തമിഴ്നാട് ചോദിച്ചാൽ കൊടുക്കാതിരിക്കാൻ പറ്റുമോ നമുക്ക്? പാലക്കാട്ട് മഹാഭൂരിപക്ഷം ജനങ്ങളും തമിഴ് ജനതയാണ്. അവർ തമിഴ്നാട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ എതിർക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ പിൻബലം ഈ ദുരന്തത്തിന് ശേഷം കേരളത്തിൽ ഉണ്ടാവുമോ? നിങ്ങളെല്ലാം ഈ ഡാമിന്റെ അടിയിൽ ഉറങ്ങിക്കിടക്കുകയാണോ എന്ന് സുപ്രീം കോടതി ചോദിക്കുന്നു. ആരൊക്കെ? കേന്ദ്ര സർക്കാരും കേരള സർക്കാരും തമിഴ്നാട് സർക്കാരും. അഡ്വക്കേറ്റ് റസൽ ജോയി സാർ പറഞ്ഞതുപോലെ വരാൻ പോകുന്ന വലിയ ദുരന്തത്തെ കൺമുന്നിൽ കണ്ടുകൊണ്ടാണ് നാം ജീവിക്കുന്നത്. എന്തിനിങ്ങനെ ഭയന്ന് നാം നമ്മുടെ നാട്ടിൽ ജീവിക്കണം? നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. മുല്ലപ്പെരിയാർ ഡാം അതിവേഗം പുതുതായി പണിയുക. ഞങ്ങളുടെ ജീവൻ രക്ഷിക്കുക. ഇത്ര മാത്രമേ ഈ ഗവൺമെന്റിനോട് ഞങ്ങൾക്ക് പറയാനുള്ളൂ.